ഇതൊന്നും ചോദിക്കാൻ ആളില്ല. വന്നവർ പൈസ കൊടുക്കുക, അവർ മേടിച്ചാൽ പോകും. വാർഡ് മെമ്പറായാലും കൗൺസിലറായാലും ആരായാലും. നമ്മളെ പോലെ വന്നിട്ടുണ്ടെങ്കിൽ നീ പോടാ, നീ കുടീനല്ലേ ഏതാ പറയുള്ളൂ. ഇപ്പം ഈ അവസ്ഥ കണ്ടില്ല, ഇത് കണ്ടോ വേസ്റ്റുകൾ. നിങ്ങൾക്ക് വായിക്കാൻ അറിയാമെങ്കിൽ ഈ സാധനത്തിൻ്റെ ഫോട്ടോ ഇടുന്നെങ്കിൽ കമ്പനിക്കാരെ പിടിക്കാൻ പറ്റില്ല. ഇതൊരു കരി ഓയിൽ പോലത്തെ സാധനം ഓയിൽ ഇവിടെ വെച്ചിരുന്നു. ആ സാധനത്തെ മുകളിൽ വേസ്റ്റ് അടിക്കുന്നത് ഇപ്പോൾ ഇത്. അധികാരികൾ കണ്ണ് തുറക്കുന്നു പറയുന്നത്. അധികാരി കണ്ണ് തുറക്കട്ടതില്ലേ. ഒരു ഇലക്ഷൻ വരുമ്പോൾ ഒരു വോട്ടിന് വേണ്ടി അന്ന് എന്ത് ചെയ്ത കാര്യമില്ല, അത് കഴിഞ്ഞിട്ട് നോക്കണം. ഒരു വീട് വന്നാൽ ഇത്ര വേസ്റ്റുകൾ വരില്ല, അത് സർക്കാർ സമ്മതിക്കില്ല. അത് രാഷ്ട്രീയക്കാർ വരും അവിടെ. കൃഷിഭൂമിയാണ്, അതാണ് ഇങ്ങനെയാണ് പറഞ്ഞാൽ കേട്ട വേസ്റ്റിടാം. വീട് വയ്ക്കാൻ ഒരു സമ്മതിക്കില്ല. ഇതിങ്ങനെ മൊത്തം കിടക്കാണല്ലോ, ആർക്കും ശല്യ സ്ഥലം തോന്നിയ ചെയ്യാം. നാട്ടുകാർക്കും വേണ്ട. നാട്ടുകാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ ആരാ, നിന്റെ സ്ഥലമാണോ, അത് ഇങ്ങനെ ഇവിടുത്തെ അംഗം. ഒരുപാട് വേസ്റ്റുകൾ പ്ലാസ്റ്റിക് വേസ്റ്റ് കിടക്കണ കണ്ടായിരുന്നു. അത് എന്താണ് അതിനെക്കുറിച്ച്? ഇത് ഏത് ഇതാണ്? മുനിസിപ്പാലിറ്റിയാണോ? മുനിസിപ്പാലിറ്റി കൊച്ചി. ഞങ്ങൾ എന്ന് വന്നാലും ഈ വേസ്റ്റ് ഇവിടെ ഉള്ളതാ. പിന്നെ ഇത് അതുകൊണ്ട് ഇവിടെ ഭയങ്കര എല്ലാവർക്കും ദോഷമാണ്. കുറേ നാൾ മാറ്റിക്കൊണ്ടിരുന്നു, ഇപ്പം മാറ്റാറില്ല. ഓരോരുത്തർ വന്നിട്ട് ഇട്ടടിച്ച് പോകണതാണത്. ഈ പുറത്തുനിന്നുള്ള ആൾക്കാർ പുറത്തുനിന്നുള്ള ആൾക്കാർ ഈ വണ്ടിക്ക് പോണവർ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു അവർക്ക് ബുദ്ധിമുട്ടാവും ഇത് വരുമ്പോൾ. ഇപ്പോൾ തന്നെ വണ്ടിക്കാർ വരുമ്പോൾ അത് ഇട്ടേച്ച് അങ്ങ് പോകും. അതാണ് പുറത്തുനിന്നൊക്കെ വന്ന് ഇവിടെ താമസിക്കുന്നവരാണ്. ഈ വീക്കെൻഡിലൊക്കെ ഇത് ചെറിയ റിലാക്സ് ചെയ്യാനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇവിടെയൊക്കെ ഒരുപാട് വേസ്റ്റുകൾ കാണുന്നുണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റ് കാര്യങ്ങളൊക്കെ. ഇപ്പം എന്താണ് അതിനെക്കുറിച്ചൊരു അഭിപ്രായം? അതിനെക്കുറിച്ച് അഭിപ്രായം പറയാമെന്നാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീക്കെൻഡിൻ്റെ ഒക്കെ വെറുതെ ഒന്ന് റിലാക്സ് ആവാനൊക്കെ റൂമിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ഈ വേസ്റ്റിൻ്റെ സ്മെല്ലൊക്കെയാണ് പ്രശ്നം വരിക. കാരണം കുറേ ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ ഈ വരിക കണ്ടത് തന്നെ അറിയാം, എല്ലാവരും റിലാക്സിന് വേണ്ടി വരുന്നതാണ്. അല്ലാണ്ട് ഇപ്പോൾ വെറുതെ ആരും വന്നിരിക്കുന്നില്ല. പക്ഷേ ഈ സ്മെല്ലൊക്കെ ഒരു ഇറിറ്റേഷനായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പാടത്ത് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്താൽ അത്ര നല്ലതായിരിക്കും. അതിനുള്ളൊരു സജ്ജീകരണം നമ്മുടെ മുനിസിപ്പാലിറ്റി കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ? അത് അങ്ങനെ വെച്ചാൽ കൊണ്ടുവന്നാൽ അത്ര നല്ലത്. കാരണം അവിടെ കുറച്ചും കൂടി ആൾക്കാർ ഈ സ്പേസിലെ കുറച്ചും കൂടി ആൾക്കാർ വരും. ആ സ്മെല്ലൊന്നും ഇല്ലെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർ വരും. കുറച്ചും കൂടി ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ ഈ യൂസ്ഫുൾ. എനിക്ക് 4 പോത്തുണ്ട്. ഞാൻ പോത്തക്കാൻ പറ്റാ. ഞാൻ കൂലിപ്പണിക്കാരനാണ്. ഞാൻ പണിക്കൂടി വൈകിട്ടാണ് പോത്തിനോ തീറ്റൊക്കാൻ പറ്റുന്നത്. ഒരുപാട് വേസ്റ്റുകൾ ഇപ്പം ദേവർക്ക് കണ്ട വേസ്റ്റ് ഉണ്ടോ? ദേവൊക്കെ പോസ്റ്റ് ഉണ്ട്, വേസ്റ്റ് കിടക്കണം. അവൻ്റെ അപ്പുറത്ത് വേസ്റ്റ് ഉണ്ട്. ദേവ വേസ്റ്റ് അങ്ങോട്ട് പോവാം. നമുക്ക് ഈ കുത്തുന്നത് ആരും അറിയണില്ല. രാത്രി 1 മണിക്ക് 2 മണിക്ക് കുത്തുന്നത്. ഇത് ആരും നോക്കാനും ആളില്ല. മുനിസിപ്പാലിറ്റി ഉണ്ട്, രണ്ടും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി രണ്ടുമാണ്. തൃക്കാക്കരയും കളമശ്ശേരിയും ആണ്. ഇത് 2 അതിർത്തിയാണിത്. അപ്പുറത്ത് കാണുന്നത് എടത്തല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത്. അത് പിന്നെ കുറച്ചുകൂടെ മാറി ഇരുട്ടൊക്കെ ഭാഗത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കിഴക്കമ്പലം പഞ്ചായത്ത്. ഇതിപ്പോൾ വന്നപ്പോൾ കണ്ടില്ലേ സാധനം. അതുപോലെ വേസ്റ്റുകൾ അവിടെ അപ്പുറം കിടപ്പുണ്ട്. ഇതിൽ വേസ്റ്റുകൾ ഇതെല്ലാം ഒരുപാട് വേസ്റ്റ് കിടപ്പുണ്ട് ഇവിടെ. ഇത് ചോദിക്കാൻ ആരുമില്ല. ഇവിടെ വാർഡ് മെമ്പറുണ്ട്, കൗൺസിലുണ്ട്, ആരും ചോദിക്കണില്ല ഒന്നും. പുറത്ത് അതന്നെ ഫ്ലാറ്റിൽ നിന്ന് കൊണ്ട് കുത്തുന്നതാണ്. അവർക്ക് ഫ്ലാറ്റുകാർ അവർക്ക് കാശ് കൊടുത്തിട്ട് അവർ കോൺട്രാക്ട് എടുത്തുകൊണ്ട് അവർക്ക് കാശ് കൊടുത്ത് കൊണ്ട് കുത്തുന്നതാണ്. വണ്ടിക്കാർ കുത്തി പോണ്, അവർക്ക് കാശും കിട്ടും. ഈ കിടക്കുന്ന കൃഷിഭൂമി വേറെ ആക്കാണല്ലോ. ശ്രദ്ധിക്കുന്നുണ്ട്, വനുണ്ട്. പക്ഷെ അവർക്ക് അധികം ആളില്ല. അതിൽ എന്താ ചെയ്യാനാ? എൻ്റെ ഒരു കൂലി പണിക്കാനാ. കാര്യം എനിക്ക് 4 പോത്തുണ്ട്. എൻ്റെ പോത്തിന് തീറ്റൊക്കെ വന്നപ്പോൾ പ്ലാസ്റ്റിക് പോത്തിനുണ്ട്. അത് കിടങ്ങാറാ. പിന്നെ ഒരു പോത്ത് 10 പേര് 10 അമ്മനാനെ 10 പോയില്ലേ, എക്സ്ട്രാ ആയില്ല. എനിക്ക് ആയി ആറ്റ പറയാനാ, ഒരാൾക്കിട്ടും പറയാനില്ല. നമ്മുടെ സർക്കാരുണ്ട്, സർക്കാരൊന്നും നോക്കണില്ല. അവർക്ക് ഇലക്ഷൻ വരുമ്പോൾ ഒരു വോട്ട് മതി അവർക്ക്. ഇപ്പോൾ നമ്മൾ സുഖം വീട്ടിൽ കയറാലും കാറിൽ കയറിലും വണ്ടി കയറിയും വോട്ട് ചെയ്യും. അത് നമുക്ക് ആവശ്യമില്ല അവർക്ക്. അതിന് ആവശ്യമില്ല. പിന്നെ അവരവസ്ഥ പിന്നെ നമ്മൾ സർക്കാർ ഓഫീസ് ആണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞ അവർ ഒരു പേപ്പർ ഉണ്ടാക്കി വെക്കണം. നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതൊന്നും പല നിയമങ്ങളാണ് വേണം. അപ്പം ഇതേ കുറച്ച് അങ്ങോട്ട് പോവാം. അത് അവിടെ കിടപ്പുണ്ട്. കിടക്കണോ? സൗകര്യം ഇവിടെ നീ ആ സ്ഥലമില്ലോ. അതാണ് വിഷയം. അതാണ് ഇപ്പോൾ ഒരു കൗൺസിലറില്ല, കളമശ്ശേരിയിലില്ല, തൃക്കാക്കരയില്ല, ഒന്നുമില്ല. വാ കാണിച്ചിട്ട് വാ.
ഇത് കണ്ടോ ഈ വേസ്റ്റുകളൊക്കെ ഉണ്ടോ ഇത് കണ്ടോ ഇത് വെറും പ്ലാസ്റ്റിക് സാധനങ്ങളതൊക്കെ ഇതൊക്കെ പ്ലാസ്റ്റിക്കാക്കണത്. പ്ലാസ്റ്റിക് ഉണ്ടല്ലോ. ആ പ്ലാസ്റ്റിക്കാണ് മൊത്തം കൂടുതൽ വെക്കണത്. പ്ലാസ്റ്റിക് ഇവർക്ക് എങ്ങും കൊണ്ടിടാൻ പറ്റാത്തതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ പ്രകൃതിക്ക് ദോഷമാണ്, ഇവിടെ താമസിക്കുന്നവർക്ക് ദോഷമാണ്. എല്ലാം വേനൽഭാഗത്ത് വെള്ളം കുടിക്കാൻ വരുന്ന ദോഷമാണത്. പക്ഷികൾക്ക് എല്ലാത്തിനും ദോഷങ്ങൾ അതൊക്കെ. ആരോട് പറയാനാ? അധികാരികൾ വരും, ഒരു ഇലക്ഷൻ വരുമ്പോൾ അധികാരികൾ വരും ഒരു വോട്ടിന് വേണ്ടി. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ആരും വേണ്ട, സാധാരണക്കാർ ബുദ്ധിമുട്ടും. അത്ര കാര്യങ്ങളുള്ളൂ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ എവിടെയായാലും ഇപ്പോൾ വന്ന വഴിക്ക് കണ്ടില്ല റോഡ് സൈഡ് കണ്ട്. ആ ഇതാണ് അവസ്ഥ. ആ വന്ന വഴിക്ക് മൊത്തം അവിടെയായിരുന്നു. പക്ഷേ ഈ സ്ഥലമൊക്കെ എന്ത് ഭംഗി കാണാൻ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഭംഗി നശിപ്പിക്കാണ് ആൾക്കാർ നശിപ്പിക്കാണത്. ഇവിടെ ഷൂട്ടിങ്, സിനിമ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ഇവിടെ. എല്ലാ പരിപാടിയും നടക്കുന്നുണ്ട്. വൈകിട്ടാകുമ്പോൾ പിള്ളേർ പാർക്കായിട്ട് വന്ന് ഇത് കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട് ഇവിടെ. ഇത് ആ അവസ്ഥയിൽ കാണിക്കാൻ വരുന്നത്. അതുപോലെ ഫാം നടത്തുന്നുണ്ട്. അതാൻ്റെ വേസ്റ്റ് ചാണകം കഴുകി വെള്ളം വന്ന് ഈ പടത്തൊക്കെ വന്നത്. ഇതൊന്നും ചോദിക്കാൻ ആളില്ല. വന്നവർ ചില പൈസ കൊടുക്കുക, അവർ മനസ്സിലാക്കി പോകും. വാർഡ് മെമ്പറായാലും കൗൺസിലറായാലും ആരായാലും. ഇപ്പോൾ ഈ പറഞ്ഞ ഞാനും വന്ന് വെച്ച് 2 വെച്ചപ്പോഴുമ്പോൾ 500 അതി കുടിക്കണമല്ലേ 500 രൂപ ഇവനെ വേണ്ടില്ലല്ലോ. ഇതാണ് ഇവിടെ അവസ്ഥകൾ ഇവിടുത്തെ. ഇവിടെ ഉള്ള പരിസരവാസികൾ ഒരു ഇത് മുൻകൈ എടുത്താലേ ഇതിനൊരു മാറ്റം വരത്തുള്ളൂ. നടക്കൂല. അത് ഇവിടെ രാഷ്ട്രീയക്കാരുടെ കുഴപ്പമാണ് ഇവിടെ. പല രാഷ്ട്രീയക്കാരുണ്ട് ഇവിടെ. BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, LDF എല്ലാം ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് എല്ലാം ഉണ്ട്. ഈ രാഷ്ട്രീയക്കാർക്ക് കാശിട്ട് ഒരു കുഴപ്പമില്ല ഇവിടെ. നമ്മളെ പോലെ വന്നിട്ടുണ്ടെങ്കിൽ നീ പോടാ, നീ കുടിയനല്ലേ ഏതാ പറയുള്ളൂ. ഇപ്പോൾ ഈ അവസ്ഥ കണ്ടില്ല, ഇത് കണ്ടോ വേസ്റ്റുകൾ, ഈ കണ്ട ഈ വേസ്റ്റുകൾ കണ്ടോ. ഇനി അപ്പുറമുണ്ട് ഇതുപോലെ തന്നെ വാ കാണിച്ചാ വാ. ഇതിപ്പോൾ ചുരുക്കത്തിൽ പറയാം, നിങ്ങൾക്ക് വായിക്കാൻ അറിയാമെങ്കിൽ ഈ സാധനത്തിൻ്റെ ഫോട്ടോ ഇടുന്നെങ്കിൽ കമ്പനിക്കാരെ പിടിക്കാൻ പറ്റില്ലേ? മനസ്സിലായി ഇല്ലേ? ഈ വേസ്റ്റ് കമ്പനിക്കാരെ ഇതിലുണ്ട്, അവർ ഫൈൻ അടിക്കേണ്ടി വരില്ലേ? അതുപോലെ ഓരോന്നിനും വേസ്റ്റുകൾ കിടപ്പുണ്ടാവും. ഉണ്ടോ ഈ ഫ്ലാറ്റിൽ നിന്നൊക്കെ ഉള്ള ആകെ ഫ്ലാറ്റിൽ വേസ്റ്റുള്ളത് വന്നത്. അതുപോലെ ഇതൊക്കെ വേസ്റ്റുള്ളത്. ഇതൊക്കെ ഇതിൻ്റെ അഡ്രസ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനിക്കാരെ പിടിക്കാൻ പറ്റില്ലേ? പറ്റും. ഇത് ആര് തള്ളിയെന്ന് അറിയാൻ പറ്റില്ലേ? ഇതൊക്കെ കാര്യങ്ങൾ വന്നത്. അതുപോലെ ഓരോ കവർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനി ഏത് കമ്പനി എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതിൽ എന്തോ ഒരു കരി ഓയിൽ പോലത്തെ സാധനം ഓയിൽ ഇവിടെ വെച്ചിരുന്നു. ആ സാധനത്തെ മുകളിൽ കൊണ്ട് വേസ്റ്റ് അടിക്കുന്നത് ഇപ്പോൾ ഇത് ഇല്ലില്ല. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. ഒരു പുല്ലൊന്നും പിടിക്കില്ല. ഈ സാധനം വെള്ളം വേനക്ക് വലിയുമ്പോൾ വെള്ളം കിണറിലൊക്കെ വലിക്കല്ലേ. ആ കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കാക്കനാട്ടിൽ തന്നെ ഫ്ലാറ്റിൽ കണ്ട വെള്ളത്തിൽ കംപ്ലൈൻറ്റ്. എന്ന പോലെ ഈ നാട്ടുകാർ ഇവിടെ അവർക്ക് ഈ കൊച്ചു മക്കളുണ്ട്, എങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റും ഇതിലിങ്ങനെയൊക്കെ ആണെങ്കിൽ? അധികാരികൾ കണ്ണ് തുറക്കുമെന്ന് പറയുന്നത്. അധികാരി കണ്ണ് തുറക്കട്ടതില്ലേ? ഒരു ഇലക്ഷൻ വരുമ്പോൾ ഒരു വോട്ടിന് വേണ്ടി അന്ന് എന്ത് ചെയ്യുന്ന കാര്യമില്ല, അത് കഴിഞ്ഞിട്ട് നോക്കണം. പിള്ളങ്ങൾ കിടക്കാൻ പറ്റുമോ? ഈ സ്മെല്ലിട്ട് അങ്ങ് കിടക്കാൻ പറ്റുമോ? കൊച്ചു പിള്ളങ്ങൾ ഒരു 2 വയസ്സാ കൊച്ച് ഈ സ്മെല്ല് കിടന്നെ അതുങ്ങൾ ശ്വാസം മുട്ടും മറ്റു അസുഖങ്ങളൊക്കെ വരികയാണ്. ഇതേ അവസ്ഥ ഇതാണ് കാണുന്നത്. ഒരു മറ്റൊരു പണി ചെയ്യാൻ ഒരു വീട് പണിയാൻ വേണ്ടി അത് സമ്മതിക്കില്ല ഇവിടെ. ഇത് കെട്ടിടണ ഇതൊക്കെ ഓരോ വീടുകളിൽ വേണ്ടി കെട്ടിയേക്കണ കെട്ടുകള അതൊക്കെ. അത് മണ്ണടിച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു വീട് വന്നാൽ ഇത്ര വേസ്റ്റുകൾ വരില്ല. അത് സർക്കാർ സമ്മതിക്കില്ല. അത് രാഷ്ട്രീയക്കാർ വരും അവിടെ. കൃഷിഭൂമിയാണ്, അതാണ് ഇങ്ങനെയാണ് പറഞ്ഞ് വേസ്റ്റില്ല. വീട് വയ്ക്കാൻ ഒരു സമ്മതിക്കില്ല. അതാണ് ഏറ്റവും ഇവിടെ ഇഷ്ടംപോലെ വീട് വന്നു കഴിഞ്ഞാൽ ഈ പരിസരം നന്നായതിനാൽ ഈ വഴി ഈ വേസ്റ്റും വരില്ല, ഒന്നും വരില്ല. ഒരു വീട് വന്നു പോയാൽ ഒരു വീട് സമ്മതിക്കാൻ സമ്മതിക്കില്ല. ഇത് കല്ലടിച്ചിനെ കോല കാണാം. ഇതാ കല്ലടിച്ചിട്ട് ഞാൻ പണിതാത്തത്. പക്ഷേ അപ്പം ഇവിടുത്തെ കൗൺസിൽ വന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കംപ്ലൈൻറ്റ് ഒന്നും വേണം, രേഖയില്ല എന്ന് പറഞ്ഞാൽ. അവർ രേഖയുണ്ട് ചെയ്യിക്കേണ്ടത്. വേസ്റ്റ് കിട്ടിയാൽ അവർക്ക് എന്തെങ്കിലും കാശ് കിട്ടും, കൗൺസിലർമാർക്കും കിട്ടും, ആർക്കായാലും ചോട്ടം നോക്കാന്മാർക്കും കാശ് കിട്ടും. അതിനാ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. എന്താ ഈ സാധനം ദ്രവിച്ച സാധനമല്ല അതൊന്നും. ഇതിപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ കല്യാണ വീട്ടിലെ എന്തോ സാധനങ്ങളൊക്കെ ആവശ്യങ്ങൾ ഫംഗ്ഷൻ നടത്തും, അത് കൊട്ടേഷൻ കൊടുക്കും. അവർ കൊണ്ടുവന്ന് അവർക്ക് അവർ ന്യായമായ വിലക്ക് മേടിച്ചിട്ട് അവർ കൊണ്ട് ഇവിടെ കുത്തും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ സാധനമല്ലോ. ഇത് കോർപ്പറേഷനിലെ വണ്ടിക്കാർക്ക് അവർ കാശ് നോക്കണ്ടേ? ഇത് വേണ്ട, ഇവർക്ക് കൊടുത്താൽ ഇവർ കുത്തിക്കളും. ഇതിങ്ങനെ മൊത്തം കിടക്കാണല്ലോ, ആർക്കും ശരിയില്ല. തോന്നിയ ചെയ്യാം. നാട്ടുകാർക്കും വേണ്ട. നാട്ടുകാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ ആരാ, നിന്റെ സ്ഥലമാണോ? അത് ഇങ്ങനെ ഇവിടുത്തെ അംഗം.
കൊണ്ടുവന്ന് കുത്തുന്ന വണ്ടി ലോക്കൽ വണ്ടി, എവിടുത്തെ വണ്ടി തന്നെയാണ്, പുറത്തെ വണ്ടിയൊന്നുമല്ല, ലോക്കൽ വണ്ടികളൊക്കെയാണ്.